ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മയ്ക്കൊരു ഉമ്മടുത്തേ. അവളെ വളർത്താൻ താൻ വേണ്ടേ? ഇവള് പിച്ചു വെച്ച് നടക്കുമ്പോ ഒപ്പം നടക്കാനും വീഴുമ്പോ കൈപിടിച്ചെണീപ്പിക്കാനും നമ്മുടെ മോക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുക്കാനും താനില്ലതെങ്ങനെ പറ്റും? ഒരു പെൺകുട്ടിക്ക് അച്ഛനേക്കാൾ അമ്മയല്ലടോ വേണ്ടത്. ഇവളെ സ്കൂളിൽ ചേർക്കുമ്പോ ഇവള് വലുതായി വലിയ പെൺകുട്ടിയായി വളർന്നു വരുമ്പോ അവളെ നല്ല വഴിക്ക് നടത്തേണ്ടത് താനല്ലേ? എടോ, ആ വക കടമകളൊക്കെ നിറവേറ്റാൻ തനിക്കല്ലേ കഴിയൂ? എനിക്ക് ഞാൻ പറയുന്നൊന്ന് കേക്ക് ഗോകുൽ. താൻ ഒന്നും പറയണ്ട ഗോകുൽ. എനിക്കൊരു ഉമ്മ തരൂ. ഇതൊക്കെ വെറും സില്ലി. എന്റെ മോള് ജീവിതത്തിലേക്ക് തിരിച്ചു വരും. നോക്ക്, താനിവിടെ നിന്ന് എണീറ്റ് വന്നിട്ട് വേണം നമ്മള് പ്ലാൻ ചെയ്ത യാത്രകളൊക്കെ നടത്താൻ. അമ്മയുണ്ടാവും എപ്പോഴും കൂടെ, ഭൂമിയിലായാലും ആകാശത്തിലായാലും. അതെ, സമയം ഒരുപാടായി. അധികം സംസാരിപ്പിക്കണ്ട. ഓക്കെ സിസ്റ്റർ, ഞങ്ങളിപ്പോ ഇറങ്ങിക്കോളാം. ഓക്കെ. എടോ, ഒന്നും ഓർത്ത് വിഷമിച്ചേക്കരുത്. തന്റെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല എല്ലാവരും. ഒരുപാട് വേദന വരുമ്പോ നമ്മുടെ മോളുടെ മുഖം മാത്രം ഓർത്താ മതി. അപ്പോ വേദനയൊക്കെ പോവും. ഇനി ഇവിടെ നിന്നാലേ അവർ വഴക്ക് പറയും. ഇറങ്ങട്ടെ. എന്റെ മോളെ അമ്മയ്ക്കൊരു ഉമ്മടുത്തേ. ഇനിയും ഞങ്ങളിവിടെ നിന്ന് താൻ കൂടുതൽ ഇമോഷണൽ ആവും. ഞങ്ങൾ പുറത്തുണ്ടാവും.
മോനെ അമ്മേ, സമൃദ്ധ നീ സമാധാനായിരിക്കെ. നീ വിഷമിക്കണ്ട, ആൾക്കൊന്നും വരില്ല. സമൃദ്ധയുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല അമ്മേ. മോനെ ഗോകുലെ, ഇങ്ങനെ കരയാതിരിക്കടാ. സിസ്റ്ററെ, എന്നെ സമൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കോ? അവളുടെ വേദന കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ഞാൻ അവളെ ഇഷ്ടപ്പെട്ട കാലം മുതൽ ഞങ്ങളെ എല്ലാത്തിനും അനുഗ്രഹിച്ച സിസ്റ്ററല്ല. സിസ്റ്റർ ഒന്ന് തലയെ കൈവച്ചാ മതി, അവക്ക് ആശ്വാസമാവും. മോനെ, അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരുന്നത് തന്നെ. നിന്റെ സമൃദ്ധ ഞങ്ങളുടെ ഇസബല്ല. അവൾക്ക് ഒരു കുഴപ്പവും വരില്ല. നീ ധൈര്യമായിട്ടിരിക്കെ. ഞങ്ങളെല്ലാം നിലവിട്ട് നിൽക്ക. എന്നാലും ദൈവം അവൾക്ക് ഇത്രയും വലിയൊരു രോഗം കൊടുത്തു കളഞ്ഞല്ലോ. ദൈവത്തിന്റെ തീരുമാനം നമുക്കറിയില്ലല്ലോ. ഞങ്ങളുടെ ഒരു മനസമാധാനത്തിന് വേണ്ടി സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കാവോ? ഞാൻ പ്രാർത്ഥിക്കാം. ധൈര്യമായിട്ടിരിക്കെ. പരിശുദ്ധ കന്യാമറിയമേ, വേദനിക്കുന്നവർക്കുള്ള ആശ്വാസവും മരുന്നും പ്രത്യാശയും നീ തന്നെയാണല്ലോ. എന്റെ മാതാവേ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. അവിടുത്തെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. രോഗബാധിതയായി വേദന അനുഭവിക്കുന്ന എന്റെ കുഞ്ഞിനെ നീ രക്ഷിക്കണേ മാതാവേ.